Hey guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് VPN. കാരണം VPN ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ. ഒന്ന് വിദേശ രാജ്യത്തെല്ലാം പോയിട്ട് വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും VPN നിർബന്ധമാണ്. അപ്പം ഇന്നത്തെ VPN എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള VPN. അതായത് ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് മോഡ് എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വെർഷൻ ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്തു, ഓപ്പൺ ആക്കി, ആഡ് ഓടി, VPN ഓൺ ആക്കി, ആഡ് ഓടി. പിന്നെ VPN അതിൽ മണിക്കൂർ കൂട്ടേണ്ടതുണ്ട്. മണിക്കൂർ കൂട്ടാൻ ഞെക്കി ആഡ് ഓടി, എന്നാൽ കുറഞ്ഞ മണിക്കൂർ കൂട്ടേണ്ടതുണ്ട്, അത് ഞെക്കി ആഡ് ഓടി. അപ്പം ഇത് ക്ലോസ് ആക്കാൻ കയറി ആഡ് ഓടി. അപ്പം ഇതിന്റെ ഒന്നും ആഡ് ഇല്ലാത്ത സാധനമാണ് ഇത്. അതായത് ഇത് നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് മണിക്കൂർ ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞിട്ട് കൂട്ടാം. ഇത് ഇതിൽ ഞാൻ ഒരു സ്ഥലം കണക്ട് ആക്കിയിട്ട് മറ്റേ നമ്മളെ ഗൂഗിളെല്ലാം എടുത്ത് നോക്കുമ്പോൾ ഈ ലാംഗ്വേജ് എല്ലാം മാറി. പ്ലേ സ്റ്റോർ എടുത്ത് നോക്കുമ്പോൾ പ്ലേ സ്റ്റോറിൽ ഓരോ ഗെയിമിന്റെ ലാംഗ്വേജ് എല്ലാം വേറെ തന്നെയാണ്. അപ്പം ഇങ്ങനൊരു സംഭവമാണത്, ഒരു വെറൈറ്റി സാധനം. ബാക്കി നമുക്ക് അപ്ലിക്കേഷനിൽ നോക്കിയിട്ട് എടുക്കാം. ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ അപ്പൊ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. ഇത് ഓപ്പൺ ആക്കാം. നിങ്ങൾ ഇത് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നാക്കാം. പ്ലേ സ്റ്റോർ ഇല്ലാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഡൗൺലോഡ് ആക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നെങ്കിൽ ആഡ് ആവും, എൻ്റെ കയ്യിലാണെങ്കിൽ ആഡ് ഉണ്ടാവില്ല. ഇതിലിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ആവും. അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ ഉണ്ടാവും. മേലത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് സ്ഥലം വേണ്ടത്, ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു രാജ്യത്ത് തന്നെ 2-3 സർവറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിപ്പോൾ കണക്ട് ആയിക്കൊടുക്കുന്നുണ്ട്. പെർസെൻറ്റേജ് എല്ലാം എഴുതി കാണുന്നുണ്ട് വേണ്ട. അപ്പോൾ ഇവിടെ പ്ലസ് വെക്കേണ്ട ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് നോട്ട് നൗ കൊടുക്കുക. ഇതിലിപ്പം +15 എന്നാണെന്നുണ്ടാവും. അത് ഞെക്കുന്ന സമയത്ത് ഇങ്ങനെ ലോഡാവും. അപ്പോൾ 15 മിനിറ്റ് അധികം കിട്ടും. അപ്പം ഇപ്പോൾ 19 മിനിറ്റ് നമുക്ക് ഇത് ഓണിൽ ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ 15 മിനിറ്റ് 10 മിനിറ്റ് ഇതിപ്പം മറ്റേ ഞെക്കുന്നതാണെങ്കിൽ ആഡ് ഓടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ 15 മിനിറ്റ് 10 മിനിറ്റിൻ്റെ എല്ലാം വരൂ. അപ്പം ഇതിലാവുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്ര മിനിറ്റേ കിട്ടൂ? അല്ല, ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസേഴ്സിന് ഇത് കുറേ ടൈം കിട്ടും. അതിപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളത് കാണിച്ചു തരാം. ഇതിപ്പം വേറെ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. കണ്ട 120 മിനിറ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പം അതിലേക്ക് മാറും. ഇതാ കണ്ടോ 60 ഇപ്പം മണിക്കൂർ നമ്മളത് മാറിക്കിട്ടും. കണ്ട 2 മണിക്കൂർ. ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് വേറെ സിസ്റ്റത്തിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടല്ലോ. ഇനി അൺഇൻസ്റ്റാൾ ആക്കി ഇൻസ്റ്റാൾ ആക്കാൻ അതാണ്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. കണ്ട മണിക്കൂർ ഓടും ഇങ്ങനെ ഞെക്കുന്ന സമയത്ത്. അപ്പം ഇത് നമുക്ക് പിന്നെയും ക്ലോസ് ആക്കിയിട്ട് കയറുന്ന സമയത്ത് ഇതന്നെ കിട്ടും. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ആവുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ആക്കി ഇൻസ്റ്റാൾ ആക്കി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ആ രാജ്യത്ത് തന്നെ ഇരുന്നോ, എക്സിറ്റ് ഒന്നും അടിക്കേണ്ട. അപ്പം ഇതിങ്ങനെ നമ്മൾ ഡിസ്കണക്റ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഡിസ്കണക്റ്റ് ആവുന്ന സമയത്ത് കണ്ട ഇങ്ങനെയെല്ലാം എഴുതി കാണിച്ചിട്ട് പോവും. പരസ്യം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കണക്ക് വേറെ രാജ്യത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് വേറെ സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ നെറ്റിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കുന്നത് ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നിങ്ങൾ കണ്ട കണക്ക് ഞാൻ ജാപ്പാനിലാണുള്ളത്. അപ്പോൾ ജപ്പാനിൽ ഇവിടെ ഗൂഗിളിൻ്റെ ജാപ്പനീസ് എഴുതിയിട്ടെല്ലാം കാണും. പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് ജാപ്പനീസ്. ഇത് ട്രാൻസ്ലേറ്റർ എന്തോ ആണ്. ഇപ്പോൾ കണ്ട ഫുള്ള് അവരുടെ ലാംഗ്വേജ്. എന്താ രസം കാണാൻ. നമ്മുടെ നാട്ടിലില്ലാത്ത സ്റ്റിക്കറും കാര്യങ്ങളും വരും. ഇങ്ങനെയല്ല ഞാൻ ഓരോന്നും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാറില്ല. ഗൂഗിളിലെല്ലാം കുറച്ച് ഡിഫറൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അവരുടെ നാട്ടിൽ അവരുടേതായ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. അപ്പം വേറെ സ്ഥലത്ത് കണക്ട് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് പെർസെൻറ്റേജ് കൂടി 100% ആകുന്ന സമയത്ത് അത് കണക്ട് ആവും. ആഡും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഫ്രീ ആണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ പാടെ ഓപ്പൺ ആയിട്ട് വരും, ക്ലോസ് ആക്കിയ പാടെ ക്ലോസ് ആയി പോകും. അതെല്ലാം ഇടയ്ക്കും അങ്ങനെയാണ്. പിന്നെ ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യം കണക്ട് ആവും. അങ്ങനെ നമുക്ക് മാറി ചെറുപ്പറായി യൂസ് ചെയ്യാം. വേണ്ടവർ മാത്രം എടുക്കുക, വേണ്ടവർ എടുക്കണ്ട. പിന്നെ ഞാനത് നിർബന്ധിച്ച് നിങ്ങളെ എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് നാക്കണ്ട് എനിക്കല്ലെങ്കിൽ തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.